Let's turn our Bibles to Book of Deuteronomy, chapter 33, verse 26 and 27. ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 26, 27 വാക്യങ്ങൾ നമുക്ക് അല്പസമയത്ത് ചിന്തയ്ക്കായിട്ട് വായിക്കാമല്ലോ. Amen. Can somebody read that in English? There is no one like the Lord God of Israel. He rides across the heavens to help you, across the skies in majestic splendor, and his everlasting arms are under you. He drives out the enemy before you. He cries out, "Destroy them." Amen. Verse 25 also, somebody. Yes. ഇന്ന് രാവിലെ നമ്മ ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യെശൂരിൻ്റെ ദൈവം എന്ന വിഷയത്തെക്കുറിച്ചാണ്. We'll meditate on the topic God of Yeshurun. എന്നാൽ 25-ാം വാക്യം ഞാൻ വായിക്കാൻ പറഞ്ഞത് ഏതാണ്ട് 2 വർഷം മുമ്പ് ആ വാക്യത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചതായിരുന്നു. I brought to you about a couple of thoughts from verse 25 a couple of years ago. 2 വർഷം മുമ്പ് പറഞ്ഞ കാര്യം, കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച കാര്യം ഓർമ്മയില്ല. അന്നേരം ആ പാസ്റ്റർ 2 വർഷം മുമ്പ് പ്രസംഗിച്ച കാര്യം തീം പറയുന്നത് അങ്ങനെ ചിന്തിക്കാം. ഒരു പക്ഷെങ്കിൽ ഞാനത് പറയാൻ കാരണം മോശയുടെ ജീവിതത്തിൻ്റെ അന്ത്യസമയത്ത് ഏതാണ്ട് 120ഓളം വയസ്സായി, എൻഡ് ഓഫ് ഹിസ് ലൈഫ്, ജനത്തെ ഓരോരുത്തരെയും ഗോത്രങ്ങളെ പേരുപേരായി അനുഗ്രഹിക്കുന്ന ഒരു അധ്യായമാണ് 33-ാം അധ്യായം. This chapter 33 is a chapter where Moses toward the end of his life is blessing each tribe of Israel. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ആശേറിനെ അനുഗ്രഹിച്ചു പറഞ്ഞ വാക്കുകളാണ് 24-ം 25-ാം വാക്യങ്ങൾ. Verses 24 and 25 are the verses where Moses is blessing the tribe of Asher. അതിനകത്ത് ആത്മീയവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളും ആ അനുഗ്രഹത്തിലുണ്ട്. In that blessing, both material and spiritual blessings are included. എന്നാൽ 25-ാം അധ്യായം 25-ാം വാക്യത്തിന്റെ അവസാന വാക്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ബലം ജീവപര്യന്തം നിൽക്കട്ടെ. Verse 25, the last phrase say, your strength will equal your days. ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ ബലം അവിടെ പ്രോമിസ് ചെയ്യുക, അവിടെ അനുഗ്രഹത്തിൽ പറഞ്ഞിരിക്കുക. ഇന്നലത്തെ അനുഗ്രഹമല്ല, ഇന്നലത്തെ ബലമല്ല നമുക്ക് ഇന്ന് വേണ്ടത്, ഇന്ന് ജീവിക്കാനുള്ള, അതാത് ദിവസം ജീവിക്കാനുള്ള ബലം ദൈവത്തിങ്കൽ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. And Moses is blessing that the tribe of Asher would have the strength, live out all the days, not one day growing strong and the other day staying weak, but all through, for every day strength, Moses is blessing them. 24-ലെ അനുഗ്രഹവും ബലവും അല്ല നമുക്ക് വേണ്ടത്, 25-ൽ പുതിയ ബലം ആവശ്യമാണ്. ഓരോ ദിവസവും നമുക്ക് ജീവിക്കാനുള്ള ബലം, നമുക്ക് ആവശ്യമായ ബലം, നമുക്ക് ഫേസ് ചെയ്യാനുള്ള ചലഞ്ചസ്, ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനനുസരിച്ചുള്ള ബലം ദൈവം നമുക്ക് ഈ വർഷക്കാലവും അടുത്ത വർഷവും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. My prayer is that God would give us strength and grace for each day that we need to face the challenges that come across us. യെശൂരൂന്റെ ദൈവം ഇസ്രായേലിനെ വിളിച്ചിരിക്കുന്ന മറ്റൊരു പേരാ യെശൂരൂൻ. And the phrase Jeshurun is a name used as a pronoun to the Israel. ആവർത്തന പുസ്തകത്തിലും യെശയ്യാവിന്റെ പ്രവചനത്തിലുമായി ഏതാണ്ട് 4 പ്രാവശ്യം ഈ വാക്കുകൾ നമ്മൾ കാണുന്നുണ്ട്. This phrase is used 4 times in Deuteronomy and in the book of prophecy of Isaiah. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംബോധനയുടെ വാക്കാണ്, ഒരു അനുഗ്രഹത്തിന്റെ വാക്കാണ്. It is a word of blessing and it's a beautiful phrase. പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റുജന്റ് അല്ലെങ്കിൽ LXS
ബിലവഡ് വൺ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. The Septuagint Greek translation of Old Testament give the meaning to that word as beloved. മറ്റേ ഹിബ്രു ട്രാൻസ്ലേഷനിലൊക്കെ ആണെങ്കിൽ അപ്രൈറ്റ്, റൈച്ചസ് വൺ എന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. In Hebrew translation, in Hebrew word, it's upright is used. ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ ഒരു രീതിയിലും ദൈവത്താൽ സ്നേഹിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ ബിലവഡായി തീരുവാൻ, റൈച്ചസ് ആയി തീരുവാൻ ഒരു യോഗ്യതയും അവർക്ക് പറയാനായിട്ടില്ല. When you look at the life of people of Israel, they don't merit to be called be righteous. ആ 32-ന്റെ ആവർത്തനം 32-ന്റെ 15-ാമത്തെ വാക്യം നമ്മൾ നോക്കിയാൽ അവിടെ അവർ ദൈവത്തെ ത്യജിച്ച് കളഞ്ഞ ജനമെന്നും രക്ഷിതാവിനെ നിരസിച്ച് കളഞ്ഞവരെന്നും ആ വാക്കുകൾ നമ്മൾ വായിക്കുന്നുണ്ട്. In Deuteronomy chapter 32, the phrase used that they are the people who rejected God. They walked away from God. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ യെശയ്യാ പ്രവചനത്തിലും ഈ ഭാഗം ഓർപ്പിച്ചിരിക്കുന്നിടത്ത് 43-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് അവരുടെ പാപനിമിത്തം അവരെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞ 43-ാം അധ്യായം അവസാനിപ്പിച്ചിട്ട് 44-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ ദൈവാത്മാവ് പറയുന്ന ഒരു വാക്കുണ്ട്, യെറ്റ്, എന്നിട്ടും. ആ 44-ന്റെ 1-ാം വാക്യം 1-ഉം 2-ഉം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, അടുത്തത് വായിച്ചു. ഞാൻ തെരഞ്ഞെടുത്ത യശൂരിനെ നീ ഭയപ്പെടേണ്ട. God is telling Jacob, as my chosen one, my servant Jeshurun, that you don't need to be afraid. 43-ന്റെ ആ ഏറ്റവും ലാസ്റ്റ് വാക്യം കൂടെ ഒന്ന് നോക്കിയേ. അവിടെ ന്യായവിധിയാ പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിന്റെ പാപനിമിത്തം, ദൈവത്തിൽ നിന്ന് അകന്നു പോയ നിമിത്തം ദൈവത്തെ ന്യായം വിധിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ദൈവം പറയുക, യെറ്റ്, എന്നിട്ടും. In chapter 43, last verse, speak of the judgment that God would send upon Israel. Yet when he start the verse, the next chapter starts with yet. എന്താ അതിന്റെ അർത്ഥം? അതാ ദൈവത്തിന്റെ ഗ്രേസ് എന്ന് പറയുന്നത്. And that is the grace of God. യോഗ്യതയുടെ വെളിച്ചത്തിലല്ല, യാതൊരു യോഗ്യതയും ഇല്ലാത്തടത്ത് ദൈവം കാണിച്ച സ്നേഹം, ഓർത്തത് അല്ലെങ്കിൽ അവരെ ചൂസ് ചെയ്തത്, അതാ ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. The undeserving mercy of God is what's called grace. ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുമ്പോൾ എന്താ നമുക്ക് പറയാനുള്ളത്? What do we have to say today? ഇന്ന് ദൈവമക്കളായി, ബിലവഡായി, ദൈവത്തിന്റെ സ്നേഹിതരായി, ദൈവത്തിന്റെ പ്രിയ മക്കളായി ഇവിടെ വന്ന അബ്ബാ പിതാവ് എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ യോഗ്യതയുടെ വെളിച്ചത്തിലാണോ ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുന്നത്? Are we here because of our deserving what God gives us? രാവിലെ കൃപ എന്നല്ലാതെ എന്താ എനിക്ക് നിങ്ങൾക്കും ഇന്ന് പകൽ പറയാനായിട്ടുള്ളത് ഇവിടെ നിൽക്കുമ്പോൾ? We have nothing but to say the grace and the grace and grace alone. പാട്ടുകാരൻ പാടുന്നത് പോലെ എന്നെ തിരഞ്ഞെടുപ്പാൻ, Yes. എന്നെ മാനിക്കുവാൻ, എന്നിൽ എന്തു നീ കണ്ടേശുവേ. As the lyrics of the song say, Lord, what you have found in me to deserve this blessing and this grace. ഇവിടെ ഇതാ ദൈവസന്നിധിയിൽ ദൈവമക്കൾ കടന്നു വരുമ്പോൾ ഓർക്കേണ്ടിയ കാര്യം, സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ, ഉള്ളു നിറഞ്ഞ് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് വക തരുന്ന ഒരു കാര്യം എൻ്റെ പുണ്യപ്രവൃത്തിയൊന്നുമല്ല, എൻ്റെ കുടുംബശ്രേഷ്ഠതയൊന്നുമല്ല, എൻ്റെ യോഗ്യതയൊന്നുമല്ല. ഈ വലിയ പദവിയിലേക്ക്, ഈ വലിയ ദൈവത്തെ സേവിപ്പാൻ, അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയത് എൻ്റെ യോഗ്യതയല്ല. ദൈവമേ, നിന്റെ കൃപയൊന്നു മാത്രമാ. കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ നമുക്ക് വക തരുന്നത് ഈ വിഷയം ഓർക്കുമ്പോഴാണ്. As we come into the presence of God, we call upon him, we sit in his presence, we have the same thing to say, Lord, it is nothing but your grace, the undeserving mercy of God that you allow us to come into this blessing in fellowship with you, in communion with the saints of God, and this privilege that you've given us. ഈ വാക്യങ്ങൾ 26, 27 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയേ. അതിനകത്തൊന്നും
ഇസ്രയേലിൻ്റെ ശ്രേഷ്ഠതയും ഞങ്ങളുടേതായ കഴിവുകളും പ്രവൃത്തികളും ഒന്നുമല്ല മോശയ്ക്ക് പറയാനായിട്ടുള്ളത്. ഇല്ല, മോശയുടേതായ ഏതെങ്കിലും കാര്യങ്ങളും കഴിവുകളും ഒന്നുമല്ല മോശയ്ക്ക് ജനത്തോട് പറയാനായിട്ടുള്ളത്. യേശുവിൻ്റെ ദൈവം, ഹല്ലേലൂയ, ദൈവത്തെക്കുറിച്ചാണ് മോശയ്ക്കും പറയാനായിട്ടുള്ളത്. In this verse 26 and 27, Moses is not invoking any attributes of people of Israel, but he is totally invoking God's greatness, God's power, God's grace, and God's majesty. ഇതുവരെ വന്നതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, ഈ വലിയ ജനത്തെ ഇത്രയും കൊണ്ടുവന്നതൊന്നും നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല എന്ന് പറഞ്ഞ് മോശ ദൈവത്തെ ഉയർത്തുക, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ വാക്കുകളിൽ Moses is giving glory and praise to honor to God and exalting his name, not saying that it is anything we have done on our own or anything we deserve to receive from God. ജനം ആകപ്പാടെ പരിഭ്രാന്തിയിലായിരിക്കുക. മോശ എടുക്കപ്പെടുവാൻ പോകുകയാ, ഇനിയും എന്താ, ഇനി എങ്ങനെ മുമ്പോട്ട് പോകുന്നത്, ഇനി എങ്ങനെ കാര്യങ്ങളൊക്കെ പോകുമെന്ന് ഭാരപ്പെടുന്ന ഒരു ജനത്തോട് മോശയ്ക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുണ്ട്, ഇതുവരെ കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ചാണ് മോശ ജനത്തെ ഉറപ്പിക്കുന്നത്. As the life of Moses come to an end and the people did not know who will lead them and where would they go, now Moses is comforting them, not telling about him, but an everlasting God that would carry them through rest of the way. 26-ാം വാക്യം വീണ്ടും ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? Verse 26. ഇന്ന് മുഴുവൻ നമ്മൾ പാടിയത് മുഴുവൻ ഈ ദൈവത്തെക്കുറിച്ചാ. ആ വലിയ നാമത്തെക്കുറിച്ച്, ശ്രേഷ്ഠമായ നാമത്തെക്കുറിച്ച്, ശക്തിമത്തായ നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചത്. മോശയ്ക്കും അത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. അനുഭവത്തിൽ നിന്ന് മോശ പറയുക, ഇതുപോലെ വേറൊരു ദൈവമില്ല. And we sang the songs of praise and glory unto God, invoking the same words, and Moses is saying the same from his own life and experience, that the greatness and majesty of God is that brought us this far in our life. നിന്റെ സഹായത്തിന് വേണ്ടി മഹിമയിൽ എഴുന്നള്ളി വരുന്ന, ആകാശം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു ദൈവമാ നീയും ഞാനും സേവിക്കുന്ന ദൈവമെന്ന് മോശ ഉറപ്പിച്ച വാക്കുകൾ. ഇന്ന് പകലും അത് തന്നെയാണ് എനിക്ക് ദൈവസഭയെ ഓർപ്പിക്കുവാനായിട്ടുള്ളത്. നാം സേവിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. Moses is affirming that a God who rendered heaven down and come down to us and commune with us, bless us. And it is the same word of encouragement that I want to share with you today. ഇവിടെ ആയിരിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് പകൽ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്ന് ചിന്തിച്ചു ഭാരപ്പെടുന്നെങ്കിൽ ദൈവാത്മാവിന് ഇന്ന് പകൽ ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ഈ ദൈവം, ഇതുവരെ നടത്തിയ ദൈവം, ഇതുവരെ കൊണ്ടുവന്ന ദൈവം കൈവിടുന്ന ദൈവമല്ല, നാളെയും നടത്തുന്ന ദൈവമാണ്. If we are discouraged in life, what the word of God is reminding us and encouraging us, saying God who brought us this far will carry us through for the rest of our journey. മോശ ഇത് പറയുമ്പോൾ ദൈവത്തെ അനുഭവിച്ചിട്ടാ മോശ പറയുന്നത്, ഈ ദൈവം കരുതുമെന്ന്. Moses is speaking of his own experience of the last years of his life, saying this God is a God who cares. കഴിഞ്ഞ നാളുകളിൽ വിശന്നപ്പോൾ ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ചു കൊടുത്ത് അവരെ കരുതിയ ദൈവമായി ദൈവം. This God, this is a very same God who opened heaven and gave manna in the wilderness and fed God's people. അവർ ആ മരുഭൂമിയിൽ ദാഹിച്ചു വലഞ്ഞപ്പോൾ ദൈവം അങ്ങ് സ്വർഗത്തിൽ ഇരുന്ന് കാണുകയല്ല ചെയ്തത്, സ്വർഗം ചായ്ച്ചിറങ്ങി വന്ന്. പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ഞാൻ നാളെ ഈ സമയത്ത് ഈ പാറമേൽ നിൽക്കുമെന്ന് പറഞ്ഞ് അവരുടെ നടുവിൽ, അവരുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് അവരെ സഹായിച്ച് അവർക്ക് വേണ്ടുവോളം വെള്ളം കൊടുത്ത് മരുഭൂമി യാത്രയിൽ അവരെ നടത്തിയ ദൈവത്തെക്കുറിച്ചാണ് മോശ പറയുന്നത്. Moses is speaking of a God who came down and stood before the rock and promised them water to quench their thirst in their wilderness. വ്യക്തിപരമായ ജീവിതത്തിന്റെ ഒരു സാക്ഷ്യം കൂടെയാ മോശ ഇവിടെ പറയുന്നത്. ജനനം മുതൽ താൻ അനുഭവിച്ച ദൈവ സാന്നിധ്യം, ദൈവിക കരുതൽ. നമുക്കറിയാം, ജനനത്തിങ്കിൽ തന്നെ ഫറോ കൊന്നുമുടിക്കാൻ, ശത്രു കൊന്നുമുടിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ നോക്കിയതാ. അവിടെ നിന്ന് ദൈവം വിടുവിച്ചതാ. Moses knows the experience from how God
delivered him from death and brought him this far in life. 3 മാസം വീട്ടിൽ ഒളിപ്പിച്ച ശേഷം അതിനുശേഷം കൊണ്ടുവന്ന് ഞാങ്ങണപ്പെട്ടകത്തിൽ നൈൽ നദിയിൽ വെച്ചപ്പോഴും മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ അവിടെയും ദൈവം കരുതിയതാ മോശയ്ക്ക് പറയാനുള്ള സാക്ഷ്യം. The testimony that Moses can share with us is that he was hidden in the house for 3 months and then he was thrown into the Nile River, but God delivered him from that predicament. ശത്രുവിന്റെ കരുത്തുള്ള കരത്തിൽ നിന്ന് ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവെച്ച് പുറത്തു കൊണ്ടുവന്ന് ചെങ്കടലിൽ കൂടെ അവരെ അതിന്റെ നടുവിൽ കൂടെ നടത്തി ആ ദൈവത്തിന്റെ കരം അവരെ താങ്ങി നടത്തിയത് അനുഭവിച്ചിട്ട് അവരോട് പറയുക, ഈ ദൈവം നിങ്ങളുടെ ദൈവമാ, യേശുവിന്റെ ദൈവമാ. Moses is sharing his own experience of the wilderness journey where God brought them across the Red Sea by dividing the sea and bringing them this far, and that's what that experience tells him that the very same God will lead them. 2024 ഇതുവരെ കരുതിയ ദൈവം 2025 കരുതും. ഈ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് വരിക. അടുത്ത ഒരു മാസം കൂടെ ഈ വർഷം നമുക്കുള്ളത്. ഈ 11 മാസവും നമ്മെ കരുതിയ ദൈവം, നമ്മെ നടത്തിയ ദൈവം, എത്രയോ ചലഞ്ചസ്, എത്രയോ വിഷയങ്ങൾ ഈ വർഷത്തിന്റെ ആരംഭങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്തില്ലേ? ഇതുവരെ ദൈവം കൊണ്ടുവന്നില്ലേ? ഇനിയും അടുത്ത വിഷയം ഓർത്ത് ദൈവമക്കൾ ഭാരപ്പെടരുത്. ദൈവം കരുതും, ദൈവം നടത്തും, മെച്ചമായി നടത്തും. ഇന്ന് പകൽ ദൈവാത്മാവിൽ ആ വാക്ക് ഓർപ്പിച്ചുണർത്തുകയാണ്. And I want to remind you that as we come to the end of this 2024, the very same God who blessed us, sustained us, led us, he will continue to do so even in the coming year. And let us not be anxious about anything in our lives. നിന്റെ സഹായത്തിനായി 26 വാക്യം, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തിലൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. Who rides on the heavens to help you and on the clouds in his majesty. അങ്ങ് ദൂരത്തിരുന്ന് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ വിഷയങ്ങളും ഒക്കെ കാണുക മാത്രമല്ല, നമ്മുടെ തക്ക സമയത്ത്, നമ്മുടെ ആവശ്യ സമയത്ത് ഇറങ്ങി വന്ന് നമ്മോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം. Not only that, he see from heaven how we live and what we go through. He come down to us, very near to us, and walk along with us to lead us through the struggles of our own lives. യോബിന്റെ കഷ്ടതയുടെ ചരിത്രമൊക്കെ യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഒത്തിരി വായിക്കുന്നുണ്ട്, നാം കേൾക്കാറുണ്ട്. എന്നാൽ 38-ാം അധ്യായത്തിൽ അതിൻ്റെ എല്ലാം ഒടുവിൽ വരുമ്പോൾ ദൈവം തന്റെ കഷ്ടതയുടെ നടുവിൽ ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് നിന്ന ഒരു വാക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. 38-ന്റെ 1-ാമത്തെ വാക്യം. Until verse 37, from the first chapter to 37 chapters of the book of Job, we see the tribulations, the persecutions, the struggle that he faced. But in first verse of chapter 38, we see a God who come down to Job in the whirlwind. എന്തിനാ ഇറങ്ങി വന്നത്? Why did he come? നഷ്ടപ്പെട്ടത് ചില മടക്കി കൊടുക്കാൻ. He came to restore that was lost to Job. നഷ്ടപ്പെട്ട ആരോഗ്യം മടക്കി കൊടുക്കാൻ ദൈവം ഇറങ്ങി വന്നു. To give the health that was lost. മാത്രമല്ല, തനിക്ക് നഷ്ടപ്പെട്ട സമ്പത്ത് മടക്കി കൊടുക്കാൻ ദൈവം അങ്ങ് സ്വർഗം വിട്ട് ഇറങ്ങി അവരുടെ നടുവിൽ ഇറങ്ങി. God came down to give him the wealth that he lost. തനിക്കുള്ളത് സകലവും നഷ്ടപ്പെട്ടു. സൗന്ദര്യം, തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ട സൗന്ദര്യം മടക്കി കൊടുക്കാൻ ദൈവം ഇറങ്ങി വരിക. He came back to restore his beauty that he lost. തലമുറ നഷ്ടപ്പെട്ടു, ആ തലമുറയുടെ നന്മ മടക്കി കൊടുക്കാൻ ദൈവം ഇറങ്ങി വന്നു. He lost his generations, but God is coming down to him to bless him with generations. പകൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവം, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നത് മടക്കി തരുവാൻ വേണ്ടി, നമ്മുടെ പ്രശ്നത്തിന്റെ നടുവില്, പ്രതിസന്ധിയുടെ നടുവില് ഇറങ്ങി വന്ന് സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Our God is a God who come in the midst of our afflictions and our struggles and come to be with us. ആ ദൈവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. പുരാതനായ ദൈവം, എറ്റേണൽ ഗാഡ്. ഈ ദൈവം പുരാതനായ ദൈവമാണ്. And the next phrase, verse 27, the eternal God is your refuge. ആ വാക്കിന്റെ അർത്ഥം, നമ്മളെ പോലെ ക്ഷണഭങ്കുരമായിട്ടുള്ള 90, 80, 100, 90 അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരിധിയൊന്നും ഉള്ളതല്ല. ആൽഫയും ഓമേഗയുമായിട്ടുള്ള യഥാവാനായ ഒരു ദൈവത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. What we read about there is about a God who is not like a fleeting life like us,
60, 70, 80, or 90, but He's an eternal God. നമ്മെ പോലെ സമയത്തിന് അധീനനല്ല, സമയകാല പരിമിതിക്കൊക്കെ അപ്പുറമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമായി ദൈവമെന്ന് മോശെ അവരെ ഓർപ്പിക്കുക. And Moses is reminding that our God whom we serve is not limited by time and space. ഇതേ മോശ 90-ാം സങ്കീർത്തനത്തിൽ ഓർപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. 90-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. And in Psalms 90, Moses once again talk about a God who built mountains and everything, and a God who is eternal from time immemorial to the time, never-ending time. മോശ ഈ വാക്കുകൾ ദൈവത്തെക്കുറിച്ച് ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ അവരുടെ വാഗ്ദത്തത്തിന്റെ കനാനിന്റെ അതിർത്തിയിൽ വന്ന് നിൽക്കുന്ന സമയമാ. മുമ്പിൽ വലിയ വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്, പ്രാപിച്ചെടുക്കേണ്ട ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. അതിന്റെ മുമ്പിൽ വന്നപ്പോഴാണ് ഈ ദൈവത്തെക്കുറിച്ച് മോശ അവരെ ഓർപ്പിക്കുന്നത്. And people of Israel at this place where they are near the place, the promises of God, they are ready to enter, and that's when Moses is reminding of the God who brought them this far. മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ഒത്തിരി കനാന്യ ശക്തികളുണ്ട്, പലരെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇനിയും കുറഞ്ഞത് ഒരു 7-ലധികം കനാന്യ ശക്തികളെ ജയിച്ചിട്ട് വേണം വാഗ്ദത്തങ്ങൾ പിടിച്ചെടുക്കാൻ. അവരെ ഓർപ്പിക്കുന്നത് അതൊന്നും നിങ്ങളുടെ കഴിവുകൊണ്ടൊക്കത്തില്ല, ഈ പുരാതനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളായത്. These are the words that encourage them and call them into action to go and conquer the lands that's before them, the battles before them, because it's not them that fight, but it is God who fight for them. അവരുടെ മുമ്പിൽ നിൽക്കുന്ന വലിയ കോട്ടയൊക്കെ കണ്ട് അവർ ഭയപ്പെട്ട് നിൽക്കുക. അവരോട് പറയുക, ഭയപ്പെടേണ്ട, പുരാതനായ ദൈവം നിന്റെ സഹായത്തിനായിട്ട് വാഹനമേറി ഇറങ്ങി വരുന്നൊരു ദൈവമാ. നീ ഇതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, ശത്രുവിനെ കണ്ട് ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം. They are looking at fortresses that stand against them to go and receive the promises, and they could be afraid, but God is saying you don't need to be afraid of those fortresses, because I am the God, an everlasting God that leads you. എറ്റേണൽ ഗോഡ് എന്ന് പറഞ്ഞിട്ട് നിർത്തുകയല്ല പറഞ്ഞിരിക്കുന്നത്. ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്ക് നമ്മൾ വായിക്കുന്ന 27-ാമത്തെ വാക്യത്തിൽ, ഹി ഈസ് യുവർ റെഫ്യൂജ്. Yes. ആമേൻ. ഹല്ലേലൂയ. വേഴ്സ് ബൈ വേഴ്സ് നിങ്ങൾ ആ വാക്കുകളൊക്കെ ഒന്ന് ഓർത്ത് ധ്യാനിക്കണം. ഈ ദൈവത്തെക്കുറിച്ച്, ആ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച്, അവൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മുടെ ഭാരങ്ങളൊക്കെ ഉരുകി മാറും. Hallelujah. When we reflect on God's deeper meaning of God's person and the power of God, by meditating on God's word, our fears will melt away. ആ ദൈവം എൻ്റെ സങ്കേതമായ ദൈവമാ. This God is my refuge. എപ്പോൾ കൃപ വേണോ അപ്പോൾ ഓടിച്ചെല്ലുവാൻ എനിക്കൊരു സങ്കേതമുണ്ട്, എനിക്കൊരു അഭയസ്ഥാനമുണ്ട്. അത് ആ ദൈവമക്കൾ ഇന്ന് പകൽ അതൊന്ന് ഓർത്ത് ആ വാക്കൊന്ന്, എനിക്കൊരു സങ്കേതമുണ്ട്. എൻ്റെ വിഷയത്തിൽ എനിക്ക് ഓടിച്ചെല്ലുവാൻ, മുട്ടുമടക്കുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ, എൻ്റെ ആവശ്യം തുറന്നു പറയാൻ ഈ ലോകത്ത് ആരുമില്ലെങ്കിലും എനിക്കൊരിടമുണ്ട്, എൻ്റെ സങ്കേതമായ ദൈവം. And for every child of God, we can find comfort and consolation in the fact that there is a place, a refuge, that I can go and call up a Father and receive grace and mercy in time of need. മോശ ഇത് ഏതാണ്ട് 120 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഈ ദൈവത്തെക്കുറിച്ച് പറയുന്ന വാക്കുകളാ ഇന്ന് പകൽ എനിക്ക് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടും നന്ദിയോടെ ഓർത്ത് പറയുവാൻ കഴിയുന്നത്. ഏതാണ്ട് 60-ൽ പരം വർഷങ്ങൾ ഈ ദൈവം എൻ്റെ സങ്കേതമായിരുന്നു. And from us in the experience of Moses, for we as the children of God looking past, is a God who brought us this far, led us this far, being with us this far in our own life. ഇന്നലകളിൽ എൻ്റെ പിതാക്കന്മാർക്ക് സങ്കേതമായിരുന്ന ദൈവം ഇന്ന് എനിക്കും സങ്കേതമാ, നാളെ എൻ്റെ തലമുറകൾക്കും സങ്കേതമായിരിക്കും. In the extra years, it is the very same God who was refuge and shelter, and for it is for me and even for my generation, the very same God will be with them. അടുത്ത വാക്കുകളൊന്ന് നോക്കിയേ. 27-ാമത്തെ വാക്യത്തിൽ കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. The underneath are the everlasting arms. ആ ശാശ്വത ഭുജം, ആ വാക്കുകൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ നോക്കിയേ. ശാശ്വതമായ ഭുജം. മാനുഷിക കരങ്ങളൊക്കെ താണുപോകുന്നതാ, ക്ഷീണിച്ചു പോകുന്നതാ. ഞാനും നിങ്ങൾ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരം താങ്ങുന്ന കരമാ. ആ കരം താണുപോകുന്നില്ല,
ക്ഷീണിക്കുന്നില്ല. ഉയർന്നിരിക്കുന്ന കരം, ശക്തമായ കരം, ആ കരത്തിലാ എന്നെ നിങ്ങളെയും വഹിക്കാമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. Human hands grow weary and tired, but our God carries us in his everlasting arms that never get weary and never get tired. ആ വാക്കുകളെ കുറിച്ച് മോശ പറയുമ്പോൾ ഒരു പക്ഷേ മോശയ്ക്ക് തൻ്റെ മനസ്സിൽ വന്ന ചിന്ത 32-ാം അധ്യായത്തിൽ, ആവർത്തനത്തിൽ തന്നെ 32-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ മോശ കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റോറിയുണ്ട്. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ കൂടനക്കി, കുഞ്ഞുങ്ങൾ താഴെ നിലം പരിചാകുന്നതിന് മുമ്പ് അതിൻ്റെ ആ ചിറകിൻ്റെ ചിറകിൽ വഹിച്ചുയരുന്ന ഒരു സ്റ്റോറി അവിടെ പറഞ്ഞിട്ടുണ്ട്. അതായിരിക്കാം മോശയുടെ മനസ്സിൽ ദൈവം താങ്ങും, ദൈവം കരുതുമെന്ന് എന്ന് പറയുമ്പോൾ, ആ കരത്തിൽ വഹിക്കുമെന്ന് പറയുമ്പോൾ തൻ്റെ ചിന്തയിൽ വന്ന ചിന്ത ഒരു പക്ഷേ അതായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. Moses, in Deuteronomy 32, where Moses speak about the eagle carrying its chicks when they are about to fall, and Moses might be thinking of the same analogy in his understanding of God's care for us. എത്രയോ പ്രാവശ്യം തകർന്നു പോകുമെന്ന് പറഞ്ഞില്ലേ, പിശാച് പറഞ്ഞില്ലേ ഇനി രക്ഷയില്ലെന്ന്, ഇനി ജീവിക്കത്തില്ലെന്ന് പറഞ്ഞ അവസരങ്ങളില്ലേ, അവിടെ ഇറങ്ങി വന്ന കരം ആ ദൈവത്തിൻ്റെ കരമല്ലേ, താങ്ങി നിർത്തിയ ദൈവത്തിൻ്റെ കരമല്ലേ. ഇന്ന് പകൽ ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്ക്. ആ കരം ഇന്നും താങ്ങും, നാളെയും കരുതും. Yes, it's the very same hand of God. When we said we cannot go forward in our life, when we cannot do anything, it's the very same hand of God that rescued us, and he still will continue to do so. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങൾ. എന്തൊരു സമാധാനം! വാട്ട് എ പ്രോമിസ് ഇറ്റ് ഈസ്! എന്തൊരു ആശ്വാസത്തിൻ്റെ വചനമാ! പുരാതനായ ദൈവം എൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ കരത്തിൽ അവൻ നമ്മെ വഹിക്കുമെന്നുള്ള ആ ഉറപ്പുള്ള ദൈവ പൈതല് ലോകത്തിന് എന്ത് സംഭവിക്കട്ടെ, അതിന് നടുവിൽ ദൈവ പൈതല് ഭയപ്പെടുവാനായിട്ടില്ല. No matter what happens around us, we don't need to be afraid or to be concerned, because we have these everlasting arms of God that carry us. ഒരു വാക്കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഇത് ആർക്കുള്ള വാഗ്ദത്തമാ? യെശൂരിനുള്ള വാഗ്ദത്തമാ. This is the promise given to Jeshurun, people of Israel. ആരാ യഹൂദൻ? പുറമേ യഹൂദനായവനല്ല, അകമേ യഹൂദനായവനായ യഹൂദൻ. Who is a true Jew, not one on the outside, but who is inside. പുറമേയുള്ള പരിച്ഛേദനയല്ല, അകമേ പരിച്ഛേദനയേറ്റ ദൈവ പൈതൽ, ഹൃദയത്തിന് പരിച്ഛേദനയേറ്റ ദൈവ പൈതൽ. അവരാണ് യേശൂരൻ. അവരെ കുറിച്ചാ പറയുന്നത്. അവർക്കാണ് പുരാതനായ ദൈവം സങ്കേതമായിരിക്കുന്നത്. Not for the Jeshurun who has circumcised on outside, but we as believers who are circumcision of our heart is accomplished, we are the new Jeshurun. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, യേശുവിനാൽ ചൂസ് ചെയ്യപ്പെട്ട ആ രക്തത്തിന്റെ വിലയായ ദൈവ പൈതലിനെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നത്, അവനെയാ കരുതുന്നത്, അവനെയാ സൂക്ഷിക്കുന്നത്, അവനെയാ കരുത്തിൽ വഹിക്കുന്നത്. അവന്റെ ദൈവം അവനാണ് യേശൂരിന്റെ, ആ ദൈവം യേശൂരിന്റെ ദൈവമല്ല ഞാനും നിങ്ങളുമായ യേശൂർ. We are the Jeshurun because we are cleansed and washed by the blood of Christ and given the forgiveness of our sins and brought us into the kingdom of God. ആ ദൈവം കരത്തിൽ വഹിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഒരു പിതാവ്, ഒരു 20-25 വയസ്സെങ്കിലുമുള്ള ഒരു മകനെ, ഡിസേബിൾ ആയിട്ടുള്ള ഒരു മകനെ 2 കരത്തിൽ വഹിച്ചുകൊണ്ട് കാറിൽ കൊണ്ടിരുത്തുന്നത് ഞാൻ കണ്ടു. Pastors witnessed this man, elderly man, taking this young son, carrying him into the vehicle. ഒരപ്പൻ തൻ്റെ മകനെ കരത്തിൽ വഹിച്ച് കൊണ്ടുപോകുന്ന ഒരു പിക്ചർ ഈ ഭാഗവുമായിട്ട് ഞാൻ ധ്യാനിക്കുകയായിരുന്നു. It is a picture where a father is carrying his son. ആ 1-ാം അധ്യായത്തിൽ, ആവർത്തന പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്തും ഇതേ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുക. ഒരപ്പൻ തൻ്റെ മകനെ കരത്തിലെടുക്കുന്നത് പോലെ നിങ്ങളെ താങ്ങിയെടുത്തല്ലേ ഇതുവരെ കൊണ്ടുവന്നതെന്നുള്ള മോശ അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്. ആവർത്തനം 1-ന്റെ 31-ാം വാക്യം. In Deuteronomy 1:31, God, the verse sounds similar and familiar to us.
ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചുവെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. There you saw how the Lord our God carried you as a father carries his son. All the way you went until you reached this place. ഭാരം കഠിനമെന്ന് തോന്നുമ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകും, ഈ പ്രതിസന്ധി എങ്ങനെ അക്കരെ കടക്കും എന്ന് ചിന്തിക്കുമ്പോൾ കരത്തിൽ വഹിക്കുന്ന ഒരപ്പൻ. And when we are confounded by our struggles and challenges, but we need to know we have a God who will carry us in his mighty arms. When you reach the very bottom, you will see the everlasting arm underneath of you. ശാരീരികമായി ക്ഷീണിച്ച് എത്ര അടിത്തട്ടിൽ പോയാലും അതിൻ്റെ കീഴിലും ദൈവത്തിൻ്റെ ശാശ്വത കരമുണ്ട്. When we are physically weak, even there the mighty arm of God will reach and carry us through. പ്രശ്നങ്ങളുടെ അടിത്തട്ടിൽ മുങ്ങിത്താഴുമ്പോഴും അതിൻ്റെ അടിയിലും ദൈവത്തിൻ്റെ ശാശ്വത ഭുജം വഹിക്കും. When we go down into the deeper place of in our own life's problems, his arms will reach out and carry us through. യോസഫിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം. പൊട്ടക്കിണറിൽ കിടക്കുമ്പോഴും അവിടെയും അവന്റെ കരം, ദൈവത്തിന്റെ കരം, ശാശ്വത കരം തന്നെ താങ്ങി. And in the pit where Joseph was thrown, his hand reached out and picked him out of there. പോത്തിഫറിന്റെ ഭവനത്തിലും കാരാഗൃഹത്തിലും ഒക്കെ ആയിരിക്കുമ്പോഴും ആ ദൈവത്തിന്റെ കരം, ബലമുള്ള കരത്തിലാ യോസഫ് ആയിരിക്കുന്നത്. Joseph was in the hands of God, whether he was in prison or in difficult places. ഒരു പക്ഷെ നമുക്കത് കാണാൻ കഴിഞ്ഞില്ല. We may not be able to see. എപ്പോഴും ദൈവത്തിന്റെ ആ ശാശ്വതപരം നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ ആ പ്രശ്നത്തിന്റെ നടുവിലും ദൈവത്തിന്റെ കരം അവിടെയുണ്ട്. Oh, we may not be able to see his hand all the time, but even in those circumstances, the hand of God is there. താഴാത്ത തളരാത്ത കരം, A hand that never grows weary. എന്നെയും നിങ്ങളെയും താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ കരം. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ കരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുവാൻ കഴിയട്ടെ. Let us thank and praise God for that mighty arm of God that carry us through our own lives. യൂദായുടെ ലേഖനത്തിൽ ഒരു വാക്ക് ഇങ്ങനെ വായിക്കുന്നുണ്ട്. യൂദായുടെ പുസ്തകത്തിൽ, യൂദായുടെ ലേഖനത്തിൽ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ഒരു ദൈവം. In the book of Jude, we read about a God who is able to keep us from falling away and leave us into the glory of God, Christ. രാവിലെ ആ ബലമുള്ള കരുത്തിൽ നമുക്ക് നമ്മെ ഭരമേൽപ്പിക്കാം. Let us commit ourselves into that mighty hand of God. ആ കരം ബലമുള്ള കരമാ. That's a mighty arm of God. വരുന്ന ദിവസങ്ങളിലും ആഴ്ചകളിലും ഈ ദൈവത്തിൻ്റെ കരം നമ്മെ താങ്ങി നടത്തട്ടെ. പുരാതനായ ദൈവം നമ്മുടെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. Eternal God is our refuge, and we are in his everlasting arms. അവന്റെ ബലമുള്ള കരത്തിൽ നമുക്ക് താണിരിക്കാം. അവൻ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്. Let us humble ourselves into the mighty hand of God, that he will exalt us in due time. പാടി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം, സ്തോത്ര വഴിപാട് അർപ്പിക്കാം. അതിനുശേഷമായി കർത്താവിന്റെ ദാസൻ കൺക്ലൂഡ് ചെയ്യും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.